എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചക്ക വരട്ടുന്നത് എങ്ങനെയാണെന്ന്. എനിക്കിവിടെ ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അതിന്റെ സീസൺ ആണല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വരൂ നമ്മുടെ കിച്ചണിലേക്ക്. ഞാൻ എങ്ങനെയാ ചക്ക വരട്ടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറച്ച് ചക്കപ്പഴം കിട്ടി. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഞാൻ അത് കുക്കറിൽ വേവിച്ചെടുത്തു. എന്നിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തു. ആ അരച്ചത് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 250 ഗ്രാം ശർക്കരയും കൂടി കല്ലൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയും ഒരു 2 വലിയ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആകെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ശർക്കരയും നെയ്യും മാത്രമാണ്. 250 ഗ്രാം മതിയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 കപ്പോളമേ ഉള്ളൂ ഈ ചക്ക അരച്ചത്. എന്നിട്ട് ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ശർക്കര ഓൾമോസ്റ്റ് ഉരുകിയിട്ടുണ്ട്. ഇനിയും കൈ വിടാതെ ഇളക്കണം. ഇനി ഇതിനകത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള ജലാംശം മുഴുവൻ വറ്റിക്കോളും. അതായത് ഒരു പുക പോലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോണത് കാണാം. അതായത് ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ്, ഈ നമ്മുടെ ചക്കയിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അധികം വെള്ളമൊന്നും ഇതിൽ ചേർത്തല്ല വേവിച്ചത്. പക്ഷെ എങ്കിലും ആ ചക്കയ്ക്കകത്തുള്ള വാട്ടർ മുഴുവൻ ഇതിങ്ങനെ പോകും. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഫ്ലെയിമും അതുപോലെ തന്നെ ഇരുന്നാൽ മതി. കൈവിടാതെ ഇളക്കുകയാണല്ലോ. അപ്പം അങ്ങനെ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ നല്ലപോലെ നെയ്യും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം ജലാംശം പോകുന്നത് നിൽക്കുമ്പോഴാണ് ഏകദേശം അതിൻ്റെ കറക്റ്റ് പാകമായി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് നെയ്യ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതായത് ഇനി ഒരു 2 സ്പൂണും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പം എന്ത് രസം! അത് കാണാൻ തന്നെ, ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്, നല്ല രസമുണ്ട്. പിന്നെ ഫ്ലെയിമും ഒക്കെ അതേപോലെ തന്നെ വെച്ചാൽ മതി. അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈവിട്ട് വേറെ ഒരു കാര്യത്തിനും പോകാൻ പറ്റത്തില്ല. ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ദേ ഇവിടെ 2 സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊണ്ടിരിക്കണം. പിന്നെ ഈ ചക്ക വരട്ടിയത് കൊണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. അതായത് ചക്ക അട ഉണ്ടാക്കാം. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പുട്ടിൻ്റെ കൂടെ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ തന്നെ ചേർത്ത് കഴിക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാം, ചക്ക വരട്ടിയത് വെച്ചിട്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ, ഇതിമേന്ന് വിട്ട് വരാനായിട്ട് ഇങ്ങനെ ഇതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ഭരണിയിലോ വല്ല കുപ്പിയിലോ ഒക്കെ ആയിട്ട് നമുക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇരുന്നാൽ മതി. ഫംഗസ് ഒന്നും പിടിക്കില്ല. ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമന്റും ഒക്കെ വേണം. താങ്ക് യു.